ഈ കൊലപാതകത്തിനൊന്നും ഇവർക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അവരുടെ സീനിയേഴ്സിനെ കണ്ട് പഠിക്കുന്നവരാണ്. അവർ ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെയൊക്കെ വധമല്ല, ഇതെല്ലാം കണ്ട് പഠിക്കുന്ന ആളുകളാണിത്. കാരണം ഇവന്മാർ ഇതേപോലെ ആൾക്കൂട്ട കൊലയെന്നൊക്കെ പറഞ്ഞാൽ വയലിലെ പരസ്യമായിട്ട് വിചാരണ നടത്തി ആളിനെ വെട്ടിക്കൊല്ലുന്നതും ഒക്കെ ഉള്ള അവരുടെയൊക്കെ നേതാക്കൾ അവരാണ്. അവരുടെ അണികളിൽപ്പെട്ട ചെറിയ അനിയന്മാരാണ് അവന്മാർ, അവരുടെയൊക്കെ അനുജന്മാർ. അപ്പോൾ അതുപോലെ ചെയ്യണം എന്നുള്ള ഒരു ധാരണയാണ് എസ്.എഫ്.ഐക്കാർക്ക്. ഈ രീതിയിലാണ് ആ കോളേജിൽ ഇത്രയും അക്രമ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല. മൃഗങ്ങളെ ചികിത്സിക്കുന്നവർക്ക് മനുഷ്യത്വം വേണ്ട എന്നുള്ളതായിരിക്കാം ഇവനൊക്കെ മനസ്സിലാക്കിയേക്കുന്നത്. അതായിരിക്കാം ഇവനൊക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസം അവിടെ. ആ കോളേജിലെ ഡീനും ഒക്കെ എല്ലാം അറിഞ്ഞതാണ് ഈ സംഭവം, എന്നിട്ട് മൂടി വെച്ചതാണ്. കാരണം എല്ലാം എസ്.എഫ്.ഐക്കാരാകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പവറുണ്ടല്ലോ. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വളരെ അത്രയും നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉള്ള സംഘടനയായതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഉണ്ടായി കേരളത്തിൽ. അതാണ് അത് കേരളം അനുഭവിക്കാതിരിക്കുന്നതേ ഉള്ളൂ. സിദ്ധാർത്ഥ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു മരണമായി പോയി സിദ്ധാർത്ഥിൻ്റേത്. മരണമല്ല, അത് യഥാർത്ഥത്തിൽ ആവാനാണ് സാധ്യത. നല്ല ഉദ്ദേശങ്ങളോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ കൗമാരപ്രായം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ BBSc പഠിക്കാൻ പോയതാണ്. അവൻ അവിടുത്തെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ രണ്ടാം വർഷമൊക്കെ ഉള്ള കുട്ടികളെ ഒന്നും ഒരിക്കലും റാഗ് ചെയ്യുന്ന ഒരു സംഭവം ഒരു കോളേജിലും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാനും ഇതുപോലുള്ള കോളേജുകളിലൊക്കെ പഠിച്ച ആളാണ്. പക്ഷേ അവിടെ ഈ 1ാം വർഷത്തെ വിദ്യാർത്ഥികളെ പലപ്പോഴും റാഗ് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള ക്രൂരമായുള്ള റാഗിങ് ഒന്നും പണ്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കോണം. ഇതെന്താണെന്നറിയാം, ഇതിനകത്ത് മനസ്സിലാവാത്തത് ഈ മനുഷ്യരുടെ മനസ്സ്, അതും പ്രത്യേകിച്ച് ഈ കുട്ടികളുടെയൊക്കെ എല്ലാം 22-23 വയസ്സ് പ്രായമുള്ളവന്മാരാണ്. ഇവൻ്റെ സീനിയേഴ്സാണ് ബാക്കിയുള്ളവർ. അവരുടെ മുമ്പിലെ ഇവൻ വളരെ മിടുക്കനായ ഒരു പയ്യനാണ്. മിടുക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ആളുകൾ ഇഷ്ടപ്പെടും. അതിൻ്റെ കാരണം നന്നായിട്ട് പടം വരയ്ക്കും. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഒരു ബെസ്റ്റ് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിയിൽ വളരെ നല്ല കഴിവുള്ള ഒരു പയ്യനാണ്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ അവിടെ എന്തോ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഡാൻസ് കളിച്ചു. അപ്പോൾ പെൺകുട്ടികൾ ഒക്കെ ഇവനെ ഇഷ്ടപ്പെടുമായിരിക്കും, അതുകൊണ്ടാണല്ലോ. ഇവനും എല്ലാം കൂടെ ഡാൻസ് ചെയ്ത് അത്രയേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല. അവിടെ ഈ മൂത്ത ചേട്ടന്മാർ യവന്മാരുണ്ടല്ലോ, ഇവർ നോക്കുമ്പോൾ യവന്മാർ വലിയ പുള്ളികളാണ്. കാരണം എല്ലാം എസ്.എഫ്.ഐക്കാരാകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പവറുണ്ടല്ലോ. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വളരെ അത്രയും നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉള്ള സംഘടനയായതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഉണ്ടായി കേരളത്തിൽ. അതാണ് അത് കേരളം അനുഭവിക്കാതിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മലയാളികൾ അതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പം നമ്മൾക്ക് ഈ കാണുന്നത്. അപ്പോൾ ഇവന്മാരൊക്കെ എസ്.എഫ്.ഐയുടെ സംഘടനയിൽപ്പെടുന്നവരാണ്. അതിൻ്റെ യൂണിറ്റ് ചെയർമാനെ, അവിടുത്തെ അതിൻ്റെ ഭാരവാഹികൾ എല്ലാം ആണ് ഈ ഉൾപ്പെടുന്നത്. യവന്മാരെല്ലാം കൂടെ യവന്മാർക്ക് ചൂട്ട് പിടിക്കാൻ അവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു അധ്യാപകൻ എന്ന അയാളെ പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരിക്കലും ഒരു അധ്യാപകൻ ഇങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. അയാളും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ്, അവരെ എല്ലാ അറിവോടുകൂടിയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അതായത് വീട്ടിലേക്ക് പോയ ഈ സിദ്ധാർത്ഥ് അവൻ്റെ അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് പോയതാണ്. വഴിക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എറണാകുളം കഴിഞ്ഞു. പിന്നെ അവനെ എവിടെ ആയെന്ന് അറിയാൻ വേണ്ടി അമ്മ വിളിക്കുമ്പോൾ പറയുന്നത്, ഞാൻ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുക, അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പേപ്പർ, ഒരു ഡോക്യുമെൻ്റ് അവൻ്റെ കയ്യിലായിപ്പോയി, അത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു, എനിക്ക് നിവർത്തിയില്ല, ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. അവർ മകനെ കാണാൻ കാത്തിരുന്ന് അവർ നിരാശരായി തിരിച്ചു പോയതായിട്ട്. പിന്നെ അവൻ മനസ്സിലാവുന്ന എന്താ, ഫോൺ പിടിച്ചാൽ അവനെ എടുക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഈ കൂട്ടുകാരൻ എന്ന് പറയുന്നവൻ അവൻ്റെ ഇതിലെ ഒരു മുഖ്യപ്രതികളിൽപ്പെടുന്ന ഒരുത്തനാണ്. അവനാണ് ഈ വിളിച്ചു വരുത്തിയത് തിരിച്ച് ഈ പയ്യനെ. അപ്പോൾ അവൻ പറയുന്നത് അത് ഫോൺ കൊടുക്കാം, അത് കിടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അമ്മ ഞാൻ കിടക്കുക, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ അവൻ വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കുമ്പോഴൊന്നും അവന് ഫോൺ കിട്ടത്തില്ല, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല.
ഇതിനെ ഇത്രയും ക്രൂരത ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട്, അതായത് നമ്മൾക്ക് കാണാവുന്നത് വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന, റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരും അങ്ങ് വെട്ടിക്കൊലപ്പെടുത്തി അന്നേരം അങ്ങ് മരിച്ചുവാണ്. ഇത് ഈ പയ്യന് വെള്ളം പോലും കൊടുക്കാതെ, ആഹാരം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ 3 ദിവസം അവനെ നിരന്തരമായിട്ട് ശാരീരിക പീഡനങ്ങളിൽ അവനെ ഏൽപ്പിക്കുകയാണ്. അവൻ്റെ നെഞ്ചത്തെല്ലാം ചവിട്ടിയതിൻ്റെ കാൽപ്പാടുകൾ അതുപോലെ പതിഞ്ഞിട്ടുണ്ട് ദേഹത്ത്. അപ്പോൾ കാൽപ്പാടുകൾ പതിക്കത്തക്കാണ്. അവൻ്റെ റിപ്സ് ഒന്നും ഓടിയാഞ്ഞത് ഈ പ്രായം കുറവായതുകൊണ്ടാണ്. അവന് 22 വയസ്സോ 20 വയസ്സോ 21 വയസ്സോ 22 വയസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ബോണൊന്നും ബ്രിട്ടിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാരിയലിലേക്ക് ഒടിയാതെ, അത് ഫ്ലെക്സിബിളാണ്, അതുകൊണ്ടാണ് ഒടിയാഞ്ഞത്. ഈ കുഞ്ഞുങ്ങളിലെയൊക്കെ വാരിയലിൽ ഒടിയത്തില്ല. അതേസമയം പ്രായമായ ഒരു മനുഷ്യൻ, അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചവിട്ടി കഴിഞ്ഞാൽ വാരിയലുകൾ മുഴുവൻ തകർന്നു പോകും. ഇതിന് അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ മുറിവേറ്റതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ എംറ്റി. അതിൻ്റെ അർത്ഥം വെള്ളമില്ല, കുടിച്ചിട്ടില്ല, ജലപാനം നടത്തിയിട്ടില്ല. സ്റ്റൊമക്ക് എംറ്റി, ഒന്നുമില്ല, കാരണം അവന് ആഹാരം കൊടുത്തിട്ടില്ല. 3 ദിവസം അവനൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെ പട്ടിണി കിട്ടി ക്രൂരത കാണിച്ച യവന്മാർ മനുഷ്യരാണോ? ഈ മനുഷ്യഗണത്തിൽ ഇതിനെ പെടുത്താൻ ഒക്കത്തില്ല. അപ്പോൾ വെറ്റിനറിക്കാ പഠിക്കുന്നത്, വെറ്റിനറി കോഴ്സിനാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ചികിത്സിക്കാൻ പഠിക്കുന്നവന്മാരാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ അതിൻ്റെ ഇരകളെടുത്ത് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ വന്യമൃഗങ്ങൾ ഈ കാടുകളിൽ അവർ സുരക്ഷിതമായിട്ട് കഴിയുന്നതാണ്. ഒരു കടുവ മറ്റൊരു കടുവയൊന്നും ആക്രമിക്കാറില്ല, ഒരു കടുവ സിംഹത്തിനെ പോയി ആക്രമിക്കാറില്ല, ആനയെ ആക്രമിക്കാറില്ല, ഇങ്ങനെയൊക്കെയുള്ളതിനൊന്നും ആക്രമിക്കാറില്ല. അതിൻ്റെ ഭക്ഷ്യവസ്തു എന്ന് പറയുന്നത് മാനാണ്, അതിനെ കണ്ടാതെ പിടിച്ചു തിന്നും. അതിൻ്റെ ഇരയാണ്. അതല്ലാതെ വന്യമൃഗങ്ങൾ പോലും ഇതേപോലുള്ള വൃത്തികേടുകൾ ഇത്രയും വന്യമായ ഒരിടപാട് കാണിക്കത്തില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൃഗങ്ങളെ ചികിത്സിക്കുന്നവർക്ക് മനുഷ്യത്വം വേണ്ട എന്നുള്ളതായിരിക്കാം ഇവനൊക്കെ മനസ്സിലാക്കിയേക്കുന്നത്. അതായിരിക്കാം ഇവനൊക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസം അവിടെ. ആ കോളേജിലെ ഡീനും ഒക്കെ എല്ലാം അറിഞ്ഞതാണ് ഈ സംഭവം, എന്നിട്ട് മൂടി വെച്ചതാണ്. ഇത് കഴിഞ്ഞ് ഈ കുഞ്ഞ് അവിടെ കിടക്കുന്നു, അവന് ബോധമൊന്നും. ഈ ബോധമില്ലാത്ത ഒരാളെ, അതായത് അയാളുടെ പൾസ് ഇതുപോലെ ഇത്രയും ഇഞ്ചുറീസൊക്കെ ബോഡിയിലുണ്ടെങ്കിൽ അവൻ്റെ തലയും മുറിവുണ്ട്, പല ദേഹത്തും ഒരുപാട് ചതവും ചവിട്ടും ഒക്കെ കൊണ്ട് ഇൻറ്റേർണൽ ഓർഗൻസ് അത്ര ഇഞ്ചുറി ഉണ്ട്. അത് മരണകാരണം യഥാർത്ഥത്തിൽ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാവുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വളരെ വീക്കായി, ഈ പൾസൊക്കെ വീക്ക് അറിയത്തില്ല, നോക്കിയാൽ പൾസൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല, പക്ഷെ മരിച്ചു കാണത്തില്ല. അങ്ങനെയുള്ള ഒരാൾ ആ രീതിയിൽ കിടക്കുമ്പോൾ എടുത്ത് ഭയന്നിട്ട് കൊലപാതകത്തിന് പ്രതിയാവാതിരിക്കാനായിട്ട് എടുത്ത് കഴുത്തെ കെട്ടി തൂക്കിയാൽ ഇത് അന്നേരം അവിടെ കിടന്ന് മരിച്ചോളും. ഇത് തന്നെ വരും, അതായത് തൂങ്ങി മരണത്തിൻ്റെ ലക്ഷണം തന്നെ വരും. സ്ട്രാങ്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴുത്തിൽ ഇത് കയറോ അതുപോലുള്ള ഇതൊരു വയറിട്ട് കഴുത്ത് മുറുക്കിയിട്ടുണ്ട്, ഇലക്ട്രിക് വയറ്. കാരണം ആ മുറുക്കിയതിൻ്റെ കാഠിന്യം ആലോചിച്ച് നോക്കിക്കോളൂ. അതിന് ചുറ്റും മുറിവുണ്ട്, കഴുത്ത് മുറിഞ്ഞിട്ടുണ്ട്. ഇതാ സംഭവിച്ചേക്കുന്നേ. അപ്പം പിന്നെ യവന്മാർ കൊല്ലാതെ വിടുമോ? ഇവനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തേക്കുന്നതാണ്. യവന്മാർക്ക് അറിയാൻ വയ്യാത്തൊന്നുമല്ല. കാരണം ഇവർക്ക് ഈ കൊലപാതകത്തിനൊന്നും ഇവർക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അവരുടെ സീനിയേഴ്സിനെ കണ്ട് പഠിക്കുന്നവരാണ്. ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെയൊക്കെ വധമില്ല, ഇതെല്ലാം കണ്ട് പഠിക്കുന്ന ആളുകളാണിത്. കാരണം ഇവന്മാർ ഇതേപോലെ ആൾക്കൂട്ട കൊലയെന്നൊക്കെ പറഞ്ഞാൽ വയലിലെ പരസ്യമായിട്ട് വിചാരണ നടത്തി ആളിനെ വെട്ടിക്കൊല്ലുന്നതും ഒക്കെ ഉള്ള അവരുടെയൊക്കെ നേതാക്കൾ അവരാണ്. അവരുടെ അണികളിൽപ്പെട്ട ചെറിയ അനിയന്മാരാണ് അവന്മാർ, അവരുടെയൊക്കെ അനുജന്മാർ. അപ്പോൾ അതുപോലെ ചെയ്യണം എന്നുള്ള ഒരു ധാരണയാണ് SFIക്കാർക്ക്. ഈ രീതിയിലാണ് ആ കോളേജിൽ ഇത്രയും അക്രമ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്, വേറെ ഒന്നുമല്ല.